അദ്ദേഹം മനസ്സിലെങ്കിലും നന്ദി പറയണം കേരളത്തോടും ജനങ്ങളോടുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നാളെ പ്രസംഗിക്കേണ്ട, പക്ഷെ മനസ്സിലെങ്കിലും പറയണം. അല്ലെങ്കിൽ പറയണം, മണിപ്പൂരിലെ ജീവിതം ഇത്രയേറെ തകർന്നടിഞ്ഞിട്ടും ആ തെരുവിൽ 2 യുവതികൾ നഗ്നരാക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് പാഞ്ഞുപോയ കാഴ്ച കണ്ടിട്ടും അങ്ങോട്ട് പോകാൻ ധൈര്യം കാണിച്ചില്ല, മനസ്സ് കാണിച്ചില്ല ഈ മോദി. ഇന്ത്യ മറക്കില്ല ചിത്രങ്ങളൊന്നും. 2 യുവതികൾ, കുറ്റം ചെയ്യാത്തവർ, അവരോടിപ്പോയ ഓട്ടം നമ്മൾ കണ്ടതാണ്. രാജ്യമാകെ കണ്ടു, ലോകമാകെ കണ്ടു. ഭ്രാന്ത് പിടിച്ച് ജനക്കൂട്ടം പിച്ചു ചിന്തുവാൻ വേണ്ടി പുറകെ പാഞ്ഞു വരുമ്പോൾ പ്രാണൻ വാരി കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിപ്പോയ ആ പെൺകുട്ടികളെ ഇന്ത്യ മറക്കില്ല, ലോകം മറക്കില്ല. അതുണ്ടായിട്ട് പോലും അങ്ങോട്ട് പോകാൻ മോദിക്ക് ധൈര്യമുണ്ടായില്ല, മനസ്സുണ്ടായില്ല. ദയവായി പ്രധാനമന്ത്രി പറയണം എന്തുകൊണ്ട് അവിടെ പോയില്ല. ഇത്രയും പോയി അവസാനം പാർലമെൻറ്റിനകത്തും പുറത്ത് സമ്മർദ്ദമുണ്ടായി, ലോകമാകെ പറഞ്ഞു. അവസാനം ഗതികെട്ടപ്പോൾ അദ്ദേഹം അവിടെ പോയതൊക്കെ സത്യമാണ്. പക്ഷെ പോകാൻ കാത്തിരുന്നത് ഇത്രയും ദിവസമാണ്, 864 days. ഈ കാലവിളംബത്തെപ്പറ്റിയും ഇവിടുത്തെ തീവ്രവേഗതയെപ്പറ്റിയും എന്തെങ്കിലും പറയാൻ മോദിക്കുണ്ടെങ്കിൽ അത് പറയണം. നാളെ വരുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയണം ദയവായി. അത് ഇന്ത്യക്ക് മേൽ അദ്ദേഹത്തിൻ്റെ ഡിയർ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച താരിഫ് യുദ്ധത്തെപ്പറ്റിയാണ്. താരിഫ് ചുങ്കം തോന്നും പോലെ ട്രംപ് അടിച്ചേൽപ്പിക്കുന്ന ഈ ചുങ്കത്തിൻ്റെ ഭാരം താങ്ങി ഇന്ത്യ ഞെരുങ്ങുന്നുണ്ടിപ്പോൾ. ഈ ഞെരുക്കം ഇദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയണം, അതിനെപ്പറ്റി പറയണം. ഇവിടെ മിണ്ടിയാൽ അദ്ദേഹം ഭീഷണിപ്പെടുത്തും. മിണ്ടിയാൽ ചൈനയുമായി ഇന്ത്യക്ക് വ്യാപാര ബന്ധം പറ്റുമോ? ട്രംപ് സമ്മതിക്കണം. വെനിസ്വേലയെപ്പറ്റി മിണ്ടാൻ ധൈര്യമുണ്ടാകുമോ ഇന്ത്യ പ്രധാനമന്ത്രിക്ക്? അതും ട്രംപ് സമ്മതിച്ചാലേ മിണ്ടാൻ പറ്റൂ. സാമ്പത്തികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, സുരക്ഷാ പ്രശ്നങ്ങളാകട്ടെ, എന്തിനെപ്പറ്റിയും മിണ്ടണമെങ്കിൽ ട്രംപിൻ്റെ സമ്മതം മേടിച്ചിട്ട് മിണ്ടാനാകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഈ പ്രധാനമന്ത്രി നാളെ അദ്ദേഹത്തിൻ്റെ 56 ഇഞ്ചോ നെഞ്ചളവ്, ആ നെഞ്ചളവും ഏറ്റവും നീളമേറിയ നാക്കും എല്ലാമുള്ള ഈ പ്രധാനമന്ത്രി നാളെ പറയണം. ഈ നാക്കിനും ഈ നെഞ്ചളവിനും എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ പറയണം. എന്തുകൊണ്ട് ട്രംപിനോട് മാന്യമായിട്ടൊരു ഭാഷയിലെങ്കിലും ഈ ധിക്കാരം മതിയാക്കുമെന്ന് പറയാൻ എന്തേ ചങ്കൂറ്റം കാണിക്കുന്നില്ല? അതാണ് ചങ്കൂറ്റം. ഇന്ത്യയെപ്പറ്റി അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഭരണഘടനയുടെ 1-ാം താൾ വായിച്ചാൽ മതി, ദ പ്രിയാമ്പിൾ. അതിൽ പറയുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ. സോവറിൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ മോദിക്ക്? അർത്ഥം പരമാധികാരമെന്നാണ്. വി ആർ സോവറിൻ, നോട്ട് സ്ലേവ്സ് എനിമോർ. അതറിയാമെങ്കിൽ ഈ സോവറിൻ സ്റ്റേറ്റിൻ്റെ പ്രധാനമന്ത്രിക്ക് ട്രംപ് എന്ന ധിക്കാരിക്ക് മുമ്പിൽ ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ സെവേറിറ്റി എടുത്ത് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അത് ഇതുവരെ ചെയ്തിട്ടില്ല. നാളെയെങ്കിലും അദ്ദേഹം പറയുമോ? സുരക്ഷിതമായി ധൈര്യപൂർവ്വം സംസാരിക്കാനുള്ള സ്ഥലമാണിത്. ഇവിടെ വച്ചെങ്കിലും പറയുമോ ട്രംപിൻ്റെ ഈ പേപ്പിടി ഒന്നും ഇവിടെ വേണ്ടെന്ന് പറയുമോ? ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കാൻ അവകാശം ഇന്ത്യക്കാണെന്ന് പറയുമോ? താരിഫാകട്ടെ, രാഷ്ട്രബന്ധങ്ങളാകട്ടെ, എന്തുമാകട്ടെ. ട്രംപ് പറയുകയാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു മോദിയോട്. അപ്പോൾ മോദി സമ്മതിച്ചു. ഇന്ത്യ പാക് ബന്ധമാകട്ടെ, ഇന്ത്യ ചൈന ബന്ധമാകട്ടെ, ഇന്ത്യൻ താരിഫ് റേറ്റ്സ് ആകട്ടെ, എന്ത് ഇന്ത്യൻ കാര്യത്തെപ്പറ്റി പറയുമ്പോഴെല്ലാം ട്രംപ് പറയുന്നു, ഞാൻ പറഞ്ഞു മോദിയോട്. പറഞ്ഞപ്പോൾ മോദി സമ്മതിച്ചു, വഴങ്ങിയെന്ന് പറയുന്നു. അത്രേ ഉള്ളോ ഇന്ത്യൻ പ്രധാനമന്ത്രി? ട്രംപ് എന്ന് പറയുന്ന ഒരാൾ ലോകത്തെല്ലാം ട്രംപിനെ അറിയാം. ഒരു വിടുവായനാണ് അയാൾ, വിടുവായൻ. ഞാൻ തിരുത്തുന്നു, അദ്ദേഹം ട്രംപിനെ ഞാൻ അയാളെന്ന് പറഞ്ഞ് തിരുത്തുന്നു. അദ്ദേഹം ഞാൻ പറയുന്നു. അദ്ദേഹം
വിടുവായനാണ്. ലോകത്തെല്ലാവർക്കും അതറിയാം. ആ വിടുവായത്തരം ശീലമാക്കിയ, രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വേദികളിലും വിടുവായത്തരത്തിൻ്റെ എല്ലാ തോന്യാസവും പറയുന്ന ഒരാൾ ഇന്ത്യയെ പറ്റിയുള്ള പോളിസി മച്ചസ് പോലും പറയുമ്പോൾ കാമാകുന്ന മിണ്ടാൻ നാക്കുപൊങ്ങാത്ത ശ്രീ മോദിക്ക് എന്തിനാണ് ഈ നീളമേറിയ നാക്ക്? ഇന്ത്യക്ക് വേണ്ടി പറയാൻ, ഇന്ത്യയുടെ പരമാധികാരി ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പില്ലാത്ത മോദിക്ക് എന്തിനാണ് ഇത്രയും നെഞ്ചളവെന്തിനാണ്? ഒരാവശ്യവുമില്ല. ഈ നെഞ്ചളവും 56 ഇഞ്ചും ഈ നാക്കും എല്ലാം വെറും പാഴാണ്. അല്ലെങ്കിൽ നാളെയെങ്കിലും പറയണം. ഇവിടെ പറയാമല്ലോ, ട്രംപിൻ്റെ ഓലപ്പാമ്പൊന്നും ഇന്ത്യയോട് കാണിക്കണമെന്ന് പറയാമെങ്കിൽ ഇപ്പോൾ വെച്ച് പറയണം. നാളെ താരിഫ് വിഷയത്തിൽ, നയതന്ത്ര ബന്ധങ്ങളുടെ കാര്യത്തിൽ, ഇന്ത്യ പാക് വിഷയങ്ങളിൽ, ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ, എണ്ണ വിഷയത്തിൽ എല്ലാം പറയാനുള്ള സ്ഥലം ഇതാണ്. ഇവിടെ പറയാമല്ലോ. ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ. പറയട്ടെ. ഈ കത്തിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട്, വെനിസ്വേലയെ പറ്റി ഓരോ രാഷ്ട്രത്തിനും ഓരോ പാർട്ടിക്കും ഒക്കെ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ട്. പക്ഷെ എന്താ ഉണ്ടായത്? ട്രംപിൻ്റെ അമേരിക്കയുടെ ദൂരെയല്ലാത്തൊരിടത്ത് ഒരു സോവറിൻ സ്റ്റേറ്റാണ് വെനിസ്വേല. അവർക്ക് പരമാധികാരമുണ്ട്. ആ രാഷ്ട്രത്തിലെ രാഷ്ട്രത്തലവനെയാണ് ഒരു പാതിരാവിൽ എല്ലാവരും ഉറങ്ങവേ അമേരിക്കൻ സൈന്യം വന്ന് കൊട്ടാരത്തെ വളഞ്ഞ് കീഴ്പ്പെടുത്തി പ്രസിഡന്റിൻ്റെ കിടപ്പ് വയ്ക്കുന്ന മുട്ടി വിളിച്ചിട്ട് പ്രസിഡന്റും ഭാര്യ ഉറങ്ങുന്ന മുറിയാണത്. അദ്ദേഹം വന്ന് ഡോർ തുറന്നപ്പോൾ അദ്ദേഹത്തെയും ഭാര്യയെയും റാഞ്ചിക്കൊണ്ടുപോയി. ഡിപ്ലോമസിയാണോ ഇത്? ഇത് കാട്ടുനീതിയാണ്. ഈ നൂറ്റാണ്ടിന് പൊറുപ്പിക്കാനാകാത്ത കാട്ടുനീതിയാണത്. അതുപോലെ പാതിരാത്രിയിൽ റാഞ്ചിക്കൊണ്ടുപോയ ആ പ്രസിഡന്റിനെയും മഡൂറോയെയും ഭാര്യയെയും അതേ രാത്രിയിൽ കടലിൽ നങ്കൂരമിട്ട ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിൽ കൊണ്ടുപോയി താഴ്പ്പിച്ചു. ആ യുദ്ധക്കപ്പൽ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ന്യൂയോർക്കിലെത്തി. കളങ്കലിലാണിപ്പോൾ.